ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വെയിറ്റ് എങ്ങനെ കൂട്ടാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ആർക്കെങ്കിലും വെയിറ്റ് കുറയ്ക്കാനുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലത്തെ വീഡിയോ കാണാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളാണ് കൂടുതൽ എനിക്ക് മെസ്സേജ് അയക്കാറ്. ചേച്ചി വെയിറ്റ് എത്ര ശ്രമിച്ചിട്ടും കൂടുന്നില്ല, എങ്ങനെയാണ് വെയിറ്റ് കൂടുന്നത്? എനിക്കൊരു 1 മന്ത് ടൈമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 2 മന്ത്സ് സമയമേ ഉള്ളൂ ചേച്ചി, എങ്ങനെയാണ് വെയിറ്റ് കൂട്ടുക എന്നുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെമഡി പറഞ്ഞുതരാം. ഇത് കാണുമ്പോഴത്തേക്ക് എന്താള് ചെയ്യൂ എന്നൊന്നും പറയണ്ട. വളരെ സിമ്പിളായിട്ടുള്ള റെമഡിയാണ്. നമ്മൾക്ക് ഡെയിലി ചെയ്യാനുള്ള ഒരു ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് കൂട്ടാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ നല്ലപോലെ ഇമ്പ്രൂവ് ആവാനായിട്ട് സഹായിക്കും. നല്ല ബ്രൈറ്റനിങ് ആവും, നല്ല വെളുത്ത് നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് നമുക്ക് സ്കിന്നിൽ ഈ ഒരു ഇത് കൊണ്ട് തരും. ഞാനിപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് കുടിച്ചപ്പോൾ തന്നെ നല്ല സ്കിന്ന് നല്ലപോലെ ടെക്സ്ചർ തന്നെ മാറി, അതുപോലെ തന്നെ വെയിറ്റ് കൂടാനും തുടങ്ങി. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ കഴിക്കാം. കുഞ്ഞുങ്ങളുടെ അളവെന്ന് പറയുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഒരു 1/4 ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ്സൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ മതി. മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഗ്ലാസ് തന്നെ നമുക്ക് കുടിക്കാം. ഒരു ഷേക്കിൻ്റെ എഫക്റ്റാണ്. നമുക്ക് തണുപ്പിച്ചോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് കഴിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഡ്രിങ്ക് നമുക്ക് കല്യാണം കഴിക്കാൻ വന്ന കുട്ടിയെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പാൽ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പാലിനകത്ത് നമുക്ക് കുങ്കുമപ്പൂ ആഡ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. അതല്ല ഇനി കുങ്കുമപ്പൂ വാങ്ങിക്കാനായിട്ട് നമുക്ക് ഓപ്ഷൻ ഇല്ലെങ്കിൽ അതിലേക്ക് ക്യാരറ്റ് ഇല്ലേ, നമ്മുടെ ക്യാരറ്റ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനകത്തോട്ട് ഒരു പീസ് ക്യാരറ്റും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഷേക്ക് പോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതി. വളരെ ഫാസ്റ്റായിട്ട് വെയിറ്റ് ഗെയിൻ നല്ലപോലെ വെയിറ്റ് വയ്ക്കും. ഒരു 5 മുതൽ 8 കിലോ വരെ നന്നായിട്ട് വെയിറ്റ് ഒരു മാസം കൊണ്ട് തന്നെ കൂടുകയും ചെയ്യും. സ്കിപ്പായിട്ട് കഴിക്കണം. ഒരു ദിവസം പോലെ സ്കിപ്പാകാതെ കഴിച്ചാൽ അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് നമുക്ക് ഈ ഷേക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. വളരെ സിമ്പിളാണ്. ഈ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് മെത്തേഡ് നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് നമ്മളൊരു 3 സ്പൂൺ ഓട്സ് എടുത്തിട്ട് കുറച്ച് ബട്ടർ ചേർത്തിട്ട് വെള്ളം ചേർത്ത് തിളപ്പിച്ച് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് പാലാണ്. അതുപോലെ തന്നെ ബദാമും ഡേറ്റ്സ് നമുക്ക് മസ്റ്റായിട്ട് വേണം കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടും പീനട്ടും നമ്മളുടെ ഈ ഒരു ഉണക്കമുതിരിയൊക്കെ ചേർക്കാം, ഓപ്ഷണലാണ്. അതുപോലെ തന്നെ നമുക്ക് ഏത്തപ്പഴം മസ്റ്റായിട്ട് വേണം. അതുപോലെ ഇതിലേക്ക് ഹോർലിക്സ് നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബൂസ്റ്റ്. ഹോർലിക്സ് ആണ് നമുക്ക് വണ്ണം വയ്ക്കാനായിട്ട് കുറച്ചുകൂടെ നല്ലത്. ബൂസ്റ്റ് ആണെങ്കിൽ കുറച്ച് ടേസ്റ്റി ആയിരിക്കും. ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഈ നട്ട്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ വെക്കണം. അതിന് ശേഷം എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. മധുരത്തിന് വേണ്ടിയിട്ട് ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ നോർമൽ ഷുഗറോ നമുക്ക് ആഡ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ നോർമലി തന്നെ ഇതിന് കുറച്ച് മധുരം ഉണ്ടാവും. അതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ പാലിലേക്ക് നമ്മൾ കുങ്കുമപ്പൂ ഒരു നുള്ളി ഇട്ട് വെച്ചിട്ട് അതിൽ നമ്മൾ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബെസ്റ്റാണ്. നമ്മളുടെ നന്നായിട്ട് രക്തപ്രസാദം ഉണ്ടാവും. അതുപോലെ തന്നെ നിറം വയ്ക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം കേട്ടോ. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് ചില അസുഖങ്ങൾ കൊണ്ട്, അർബുദമോ ക്ഷയം, പ്രമേഹം തുടങ്ങിയ അസുഖങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് മെലിച്ചിലുണ്ടാവും. അതുപോലെ തന്നെ കരൾ രോഗങ്ങളോ തൈറോയിഡോ അതുപോലെ തന്നെ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടൊക്കെ മെലിച്ചിലുണ്ടാവും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ദഹനക്കുറവ്, നമുക്ക് വിശപ്പില്ലായ്മ തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ എരിവ്, കയ്പ്, പുളി അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും നമ്മൾ മെലിച്ചിലിനുള്ള കാരണമാണ്. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും നമ്മൾ മെലിയാനുള്ള കാരണമാണ്. അതുപോലെ കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ടുള്ള വാട്ടറും ഇൻടേക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മെലിച്ചിലിന് എന്താ റീസൺ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, എന്താണ് റീസൺ എന്നുള്ളത് കണ്ടെത്തിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്തെങ്കിലും രോഗം കൊണ്ടാണോ ഉണ്ടാവുന്നത് നമ്മൾ നോക്കണം. അതിനുശേഷം നമ്മൾക്ക് പോഷകാഹാരക്കുറവുണ്ടോ നമ്മൾ നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വില്ലുവാതിലേഹോ ദശമൂലാരിഷ്ടോ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് ഭക്ഷണത്തോടുള്ള താല്പര്യമില്ലായ്മ, അരുചി ഇതൊക്കെ മാറാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ അഷ്ടചൂർണം, വിപ്പലാസ്യവം അതല്ലേ ഇതൊക്കെ നമുക്ക് ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറയും നമ്മളുടെ ശാരീരികമായ പ്രശ്നം നോക്കിയിട്ട് നമുക്കിത് സേവിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വിശപ്പും കൂടും, ശരീരപുഷ്ടി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ വിളർച്ച, കൊക്കോപ്പുഴിൻ്റെ ഉപദ്രവം, വെള്ളപ്പോക്ക് ഇതൊക്കെയുള്ള ശരീരപ്രകൃതിയുള്ള ആൾക്കാർക്കും മെലിച്ചിൽ വരും. അപ്പോൾ ഇതിന് നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വിതാരാദ്യ ലേഹ്യം, അതുപോലെ തന്നെ ഇത് രാവിലെയും രാത്രിയും കഴിക്കുന്ന ലേഹ്യമാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 1 ഗ്ലാസ് പാലും കൂടെ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഡോക്ടറെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡോക്ടർ പറഞ്ഞു തരും. അതുപോലെ തന്നെ യുവത്യാദി തൈലം ഉണ്ട്, അതൊക്കെ നമ്മൾ ശരീരത്തിൽ തേച്ച് കുളിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ അശ്വഗന്ധി ലേഹ്യം എന്ന് പറഞ്ഞിട്ട് അതും
വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതും സേവിക്കുന്നത് വണ്ണം വയ്ക്കാൻ നല്ലതാണ്. കൂടാതെ അജമാംസ രസായനം പ്രത്യേകിച്ച് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നല്ലതാണ്. അതും നല്ലതാണ് വണ്ണം വയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ ഏത്തപ്പഴം നെയ്യിൽ വാട്ടി കഴിക്കുക. അതിൻ്റെ കൂടെ ഡേറ്റ്സും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. തൈരില്ലേ, തൈര് ലസ്സിയാക്കിയിട്ട് തൈരിനകത്ത് പഞ്ചസാര ചേർത്ത് കഴിക്കുന്നതും വണ്ണം വയ്ക്കാൻ നല്ലതാണ്. പിന്നെ ബോയ്സിനൊക്കെ ആണെങ്കിൽ മുട്ട പാലടിച്ച് കുടിച്ചാലും നല്ലതാണ്. ലേഡീസിന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചെറുപയറും നമ്മൾ നിലക്കടലയും കൂടെ പുഴുങ്ങിയിട്ട് ഒരേ അളവിലെടുക്കാം. എന്നിട്ട് പുഴുങ്ങിയതിന് ശേഷം അതിനകത്ത് തേങ്ങ ചേർത്തിട്ട് ശർക്കരയുമായിട്ട് കഴിച്ചാലും വണ്ണം വയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ക്യുക്കുംബർ ഇല്ലേ, അതും ഡേറ്റ്സും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതും വണ്ണം വയ്ക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ പഴങ്കഞ്ഞി വളരെ നല്ലതാണെന്ന് കഴിക്കാൻ പറ്റുന്നവർ അതെങ്കിലും ട്രൈ ചെയ്യുക. നമ്മളുടെ ഈ ഒരു ഷേക്കും നന്നായിട്ട് വണ്ണം വയ്ക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണേ. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒരുപാട് ഉണ്ടെന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ്. കുടിക്കുമ്പോൾ അപ്പാര ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ 500 കലോറിക്ക് മേലെ നമുക്കിത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാം. യാതൊരു പാർശ്വഫലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മളുടെ മുടിയൊക്കെ നന്നായിട്ട് വളരും. അതുപോലെ തന്നെ വൈറ്റമിൻസ് ഒക്കെ ധാരാളം ഉണ്ട്. നല്ലപോലെ വെയിറ്റ് വയ്ക്കും. നമ്മുടെ ഫേസിലായിരിക്കും ആദ്യം ഒരു ഗ്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരും ഇതുപോലെ ഒട്ടും വണ്ണമില്ലാത്ത ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യാൻ വേണം. 1 മന്ത്, ഒരു മാസം തുടർച്ചയായിട്ട് കഴിക്കണം. പിന്നീട് നമുക്ക് ആഴ്ചയിൽ 1-2 എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ആദ്യത്തെ 1 മന്ത് നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കണം. അതുപോലെ തന്നെ നമ്മളിത് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റിൻ്റെ തന്നെ നമ്മൾ നേരത്തെ ഇന്നലെ വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു റെമഡി പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ പറയുന്നത് വയറൊന്ന് ഇളക്കുക. അപ്പോൾ ആയുർവേദ നമ്മൾ മെഡിക്കൽ ഷോപ്പിലോ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് കടയിൽ ചെന്നാലും നമുക്ക് വയറ് ശുദ്ധിയാക്കാനുള്ളത് തരും. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുക, അല്ലെങ്കിൽ ടാബ്ലറ്റോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ആദ്യം വയറ് ശുദ്ധിയാക്കിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയാർന്ന വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.